നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സുനന്ദയും സുഭാഷും തമ്മിൽ കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിധി ആദ്യം അവിടെ പോയി സംസാരിക്കുകയാണ്. പക്ഷേങ്കിൽ അവര് നിധി തനിച്ച് ചെന്നതിന്റെ പേരിൽ നിധിയെ അപമാനിച്ചാണ് സുനന്ദയുടെ വീട്ടുകാർ ഇറക്കി വിടുന്നത്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പിന്മാറാൻ നിധി കൂട്ടാക്കിയില്ല. നിധിയോട് അവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്ക് നാണമുണ്ടോ തനിച്ചിങ്ങനെ വന്ന് ചോദിക്കാനായിട്ട്? ചുണയുണ്ടെങ്കിൽ നീ അവിടുത്തെ ആണുങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവാ, അപ്പം നമുക്ക് ആലോചിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നീട് നിധി ഇതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചു. സുധീഷിനോടും നികേഷിനോടും ഹരീഷിനോടും ഒക്കെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയി ചോദിക്കാന്ന് പറയണം, അവിടെ പോയി പെണ്ണ് ചോദിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാകും? അവരുടെ സ്വഭാവം നന്നായിട്ടറിയാം. സ്വന്തം അമ്മായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഈ പറയുന്ന സുഭാഷിന് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം അറിയാം. ഈ കുടുംബത്തെ പോലും ഇഷ്ടമില്ല. പക്ഷെ എന്നാലും നിധി പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് പിന്നെ ഒരു ചെറിയ മനസ്സൊക്കെ വന്നു. അങ്ങനെ രാത്രി എല്ലാവരും കൂടെ ഉറങ്ങാൻ കിടന്നിട്ടും നിധിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിധി പുറത്തു വന്നിരിക്കുവാണ്. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് അങ്ങോട്ട് വന്നു. സുധീഷ് വന്നിട്ട് ഇതെന്താ നീ ഉറങ്ങാത്തേന്ന് ചോദിച്ചു. എനിക്ക് ഉറക്കം വന്നില്ല എന്ന് പറയാം. അല്ല എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാനേ സുഭാഷ് ചേട്ടനെ കുറിച്ചാന്ന് പറയണേ. സുഭാഷ് ചേട്ടനെ കുറിച്ചോ? അതെ, സുഭാഷ് ചേട്ടൻ്റെ സുനന്ദയുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാ. എത്രയും പെട്ടെന്ന് ആ കല്യാണം നടക്കണമെന്ന് പറയാണ്. സുനന്ദയ്ക്ക് സുഭാഷ് ചേട്ടനും പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം. അവരുടെ വീട്ടുകാരും കൂടെ സമ്മതിക്കുവാണെങ്കിൽ. അത് കേട്ടപ്പം സുധീഷ് ഒരു നല്ല കഥയായി. അതിന് അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, നമ്മളെല്ലാവരും കൂടെ പോയി ചോദിക്കണം. അപ്പോൾ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലായിരിക്കും. അവരുടെ മോൾക്കും ഇഷ്ടമല്ലേ സുഭാഷ് ചേട്ടനെ? നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല നിധി കാര്യങ്ങൾ. എന്നാലും എനിക്കെന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് സമ്മതിക്കുമെന്ന്. സുഭാഷ് ചേട്ടനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് കേട്ട് കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, ഓഹോ ഇപ്പൊ വന്നോന്ന് നീ ഇവിടുത്തെ ഒരു അംഗമായി മാറിയില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, ഒന്ന് പോ സുധീഷേ, അതുകൊണ്ടൊന്നും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് സുഭാഷ് ചേട്ടനെ നന്നായിട്ടറിയാം. സുഭാഷ് ചേട്ടൻ്റെ എത്ര നല്ല സ്വഭാവമാണെന്നറിയാം. ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു സുഭാഷ് ചേട്ടന് നല്ലൊരു പെൺകുട്ടിയും കൂടെ കിട്ടണ്ടേ? സുഭാഷ് ചേട്ടൻ്റെ മനസ്സിപ്പം നല്ല വേദനയില്ല. സുനന്ദയെക്കുറിച്ചുള്ള ചിന്തകളാ. ഇനിയിപ്പോൾ എത്ര പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് പറഞ്ഞാലും സുഭാഷ് ചേട്ടൻ മനസ്സും കൊണ്ട് അവരൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മളോട് അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം നമ്മുടെ മനസ്സ് വേദനിക്കില്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സുഭാഷ് ചേട്ടനെ വന്ന കാലം തൊട്ട് മനസ്സിലാക്കിയതാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അകത്ത് നികേഷും ഹരീഷും സുഭാഷും കൂടെ കിടക്കുകയാണ്. അപ്പോൾ സുഭാഷ് നികേഷിനോട് നീ ഉറങ്ങിയോടാന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറഞ്ഞു, ഞാനും ഉറങ്ങിയിട്ടില്ല സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. കണ്ടില്ലേ രണ്ടുപേരും പുറത്ത് സംസാരിച്ചിരിക്കുന്ന കണ്ടോന്ന് ചോദിച്ചു. സുധീഷും നിധിയും കൂടെ. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചെന്ന് നികേഷ് പറഞ്ഞു. എനിക്ക് തോന്നേ അധികം വൈകാതെ അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുമെന്ന് തോന്നേ. ഇപ്പം കണ്ടില്ലേ നിധി അവിടെ സംസാരിക്കുന്നുണ്ടോ? നിധി ഈ വീട് വിട്ട് പോകുന്ന എനിക്ക് തോന്നില്ലടാ. നിധി ഈ വീട്ടിലെ മരുമോളായി കഴിഞ്ഞു. ഇനി അങ്ങനെ പെട്ടെന്നൊന്നും നിധിക്ക് പോകാൻ പറ്റില്ല. നിധി വന്നതിന് ശേഷം ഈ വീട്ടിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ പറയുവാണ്. പിന്നീട് സുഭാഷ് പറഞ്ഞു, ഞാൻ എത്ര ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ? നേർച്ചയിടും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ചാൽ മതിയായിരുന്നു. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ നിധി വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സുധീഷിന് അത് ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ തന്നെ സുഭാഷ് ചേട്ടാന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ തുടങ്ങുകയാണ്. ആ സമയം നികേഷ് ഹരീഷിനോട് പറഞ്ഞു, സുഭാഷ് ചേട്ടനും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പെണ്ണ് കാണണം. ഒരു പക്ഷേങ്കിൽ സുനന്ദയുമായിട്ടുള്ള ആലോചന ദിയടുത്തി പറഞ്ഞ പോലെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഹരീഷ് പറഞ്ഞു, എനിക്കും തോന്നുന്നുണ്ട് അവിടെ പോയി ഒന്ന് ആലോചിച്ച് നോക്കിയാലോന്ന്. നികേഷ് പറഞ്ഞു, നിധി അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലാ തോന്നിയതാ. പക്ഷെ നിങ്ങളൊക്കെ എന്തു പറയുമെന്ന് കരുതിയിട്ടാ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നാളെ എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാന്നൊക്കെ അവർ പറയുവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. സുധീഷ് പുറത്തേക്കണ സമയത്ത് നിധി അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ഹരീഷും നികേഷും കൂടെ വരുവാണ്. അങ്ങനെ നിധി വന്നിട്ട് പറഞ്ഞു, അല്ല ഇന്ന് നമുക്ക് അവിടെ സുനന്ദയുടെ വീട് വരെ പോകണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, പോണോ? പോകാതിരിക്കാൻ പറ്റില്ല, നമുക്ക് പോവാം, പോയി പെണ്ണ് ചോദിക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചോദിക്കാതിരുന്നില്ലെന്ന വേണ്ട എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നികേഷ് പറഞ്ഞു, എന്നാൽ ശരി ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞേ, വേണ്ട വേണ്ട, ചെറിയ പിള്ളേരൊക്കെ വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറയണം. ചെറിയ പിള്ളേരോ? ഞാനോ? ഞാൻ ചെറിയ കൊച്ചൊന്നും അല്ല, എൻ്റെ ചേട്ടൻ്റെ കാര്യമാണ്, ഞാനും വരും, എനിക്കും വരണമെന്ന് പറഞ്ഞു. ഒടുവിൽ നിധി പറഞ്ഞാ ശരി എന്തേലും ആട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, സുഭാഷ് ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പോകാമെന്ന് പറയണം. അങ്ങനെ സുഭാഷ് ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പം 4 പേരും കൂടെ ഭയങ്കര ചർച്ചയാണ്.
സുഭാഷിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് പെട്ടെന്ന് വിഷയം മാറ്റുവാണ്. സുഭാഷ് വന്നിട്ട് എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നില്ല, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിഷയം മാറ്റി. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് നിധി പറഞ്ഞു. ആ സമയം സുധീഷ് പറഞ്ഞു, അതെ ഞങ്ങൾ ചുമ്മാ പൊതുവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും നികേഷിനോട് ചോദിച്ചു, എടാ നിനക്കൊന്ന് കോളേജിലൊക്കെ പോകണം. ആ സമയം ഹരീഷിനോട് ചോദിച്ചു, നിനക്കെന്താ വർക്ക്ഷോപ്പിൽ പോകണ്ടേ, നീ എന്താ പോകത്തെ, അല്ലെങ്കിൽ നേരത്തെ പോകുന്നല്ലേന്ന് ചോദിച്ചു. ഇനി വേണം പോവാനായിട്ടെന്ന് പറഞ്ഞു. ശരി, എല്ലാവരുടെയും മുഖം കണ്ട് അത്ര പന്തിയാന്ന് തോന്നില്ല. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ കാണുമ്പോൾ എന്തൊക്കെയോ മറച്ചു പിടിച്ചുള്ള സംസാരം, എന്തോ ഗൂഢാലോചന നടത്തുന്ന പോലെ. എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നീതി പറഞ്ഞു, ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, ഞങ്ങൾ വെറുതെ ഓരോന്നിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പതിവ് പോലെ ജോലിക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നിധി പറഞ്ഞു, അന്നെങ്കിൽ നമുക്ക് സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചിറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഒരു പാട്ടൊക്കെ പാടി ഭാസ്കരൻ വരുവാണ്. ആ സമയത്ത് നിധി പറഞ്ഞു, അല്ല ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അച്ഛനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നികേഷ് പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായി, അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നാലും മതി, അടുത്ത പ്രശ്നം പിന്നെ അതായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അല്ല നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളോടൊപ്പം മുതിർന്ന ആരെങ്കിലും ഉള്ളത് അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞു. കാരണവന്മാരല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ, നമ്മൾ മാത്രമായിട്ട് പോകുന്നത് ശരിയാണോ? അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, അതെ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നടക്കില്ല. എന്നാലും നിധിക്ക് ഭയങ്കര വിഷമം. നിധി പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ശരി ചോദിച്ചോ, ഞങ്ങളൊന്നും പറയണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാസ്കരൻ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് നിധി പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ പറ. സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ സുഭാഷേട്ടൻ്റെ സുനന്ദനെ ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് സുനന്ദയുടെ വീട്ടിൽ പോയി സുനന്ദയെ ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ഞാൻ ഭാസ്കരൻ ചോദിച്ചു, നിനക്കെന്താ വെച്ചാൽ തലയ്ക്ക് എന്താ ഓളം ഉണ്ടോ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവര് തമ്മിൽ ഇഷ്ടമാണ് പോലും എന്നും പറഞ്ഞുകൊണ്ട് ഈ വിവാഹം നടത്താനാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത്തിരി പഠിപ്പോ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, തലയ്ക്കകത്ത് ആളുതാമസം ഉണ്ടെന്ന് ഓർത്താൻ ഞാൻ കരുതിയിരുന്നേ. പിന്നീട് സുധീഷിനോട് ചോദിച്ചു, എടാ നിനക്കെങ്കിലും ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ? നീയൊക്കെ എന്താ ഒന്ന് പറയാതിരുന്നേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അത് പിന്നെ നിനക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ, അങ്ങോട്ടേക്ക് പെണ്ണ് ചോദിച്ചു എന്നാൽ ഉടനെ ഇപ്പം തരും. പിന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ അവർ സമ്മതിച്ചാലും ഞാൻ ഈ വീട്ടിൽ അവളെ കയറ്റത്തില്ല, അല്ലെങ്കിലും അവൾ ഈ വീട്ടിലേക്ക് വരുന്ന പോലും എനിക്കിഷ്ടമില്ല. ഇടയ്ക്കിടയ്ക്ക് പാത്തും പതുങ്ങി അടുക്കള വശത്തോടെ വരും. സുഭാഷുമായിട്ട് സംസാരിക്കുന്ന പോലും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിന് എന്താളും സമ്മതിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താളും തീരുമാനം എടുത്താലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അല്ലാച്ചാ അത് പിന്നെ അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, എന്നെ പ്രതീക്ഷിക്കുകയും വേണ്ട, ഞാനൊട്ട് സഹകരിക്കത്തുമില്ല, ഇങ്ങോട്ടേക്ക് വന്ന കയറ്റത്തുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ്റെ ഫോൺ ബെല്ലടിച്ചു. എടാ ഇത്ര സമയം ഞാൻ അവിടെ ആ ചായക്കട നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, ഇപ്പോഴെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറിയതുള്ളൂ. ശരി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം നിധി സുധീഷിനോടൊക്കെ പറഞ്ഞ് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ശരി പോയേക്കാന്ന് പറയണേ. അങ്ങനെ അവർ പെണ്ണാലോചിച്ച് നിധിയും സുധീഷ് ഹരീഷും നികേഷും കൂടെ നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. നിധിയും സുധീഷിനെ ഹരീഷിനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലളിത അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ലളിത ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് സുനന്ദയുടെ അച്ഛനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗംഗാധരനും അവിടെ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പം നീ മുമ്പേ വന്നിട്ട് പോയത് പോരാഞ്ഞിട്ട് വീണ്ടും ഇവരെയും കൂട്ടിക്കൊണ്ട് നീ വന്നേക്കുമല്ലേ, നിനക്ക് നാണം ഉണ്ടൂടി എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് ഞങ്ങള് സുഭാഷേട്ടന് വേണ്ടി പെണ്ണ് ചോദിച്ചു വന്നാന്ന് പറയണം. സുഭാഷേട്ടന് വേണ്ടി പെണ്ണ് ചോദിച്ചോണ്ട് വന്നിരിക്കുന്നു, നാണം ഉണ്ടോ നീയൊക്കെ ഇങ്ങനെ വരുവോ? നിന്നെ ഞാനൊന്ന് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ എന്ത് ധൈര്യത്തിന്റെ പുറത്താടി നീ ഇങ്ങോട്ട് വന്നേ? വലിയ വീട്ടിലെ പെണ്ണാണല്ലോ, ഇച്ചിരി വിവരം വിദ്യാഭ്യാസം ഉണ്ടല്ലോ എന്ന് കരുതി കഴിഞ്ഞപ്പം നീ ഇവരോടൊപ്പം ചേർന്ന് കളിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുവോ അല്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്ത പറയാണ് ലളിത. ആ സമയത്ത് നിധി പറഞ്ഞു, അതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാണ്, അതുപോലെ സുഭാഷേട്ടന് സുനന്ദേനെ ഇഷ്ടമാണ്. അപ്പോഴേക്കും ലളിത പറഞ്ഞു, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നല്ല ഗൾഫുകാരൻ്റെ ആലോചന വന്നിരിക്കുന്നേ, അല്ലാതെ ചുമ്മാ മേസ്തിരി ഒന്നും അല്ല, അത് നടക്കാൻ പോകുന്ന കാര്യമില്ല, മര്യാദയ്ക്ക് പൊയ്ക്കോണമെന്ന് പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, എത്ര വലിയ ഗൾഫുകാരൻ്റെ കല്യാണാലോചന വന്നാലും സുനന്ദയ്ക്ക് അയാളെ ഇഷ്ടമില്ലല്ലോ, സുനന്ദയെ വേറെ കല്യാണം കഴിപ്പിച്ചു വിട്ടാലും സുനന്ദയുടെ മനസ്സിൽ ഒരിക്കലും അയാൾക്ക് സ്ഥാനം ഉണ്ടാകാൻ പോകുന്നില്ല. സുനന്ദ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സുഭാഷേട്ടനെയാണ്, അപ്പം ആ കല്യാണം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലോന്ന് ചോദിച്ചു. അതെ എൻ്റെ മോൾക്ക് ആരെ കെട്ടിച്ചു കൊടുക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്, നീ ഒന്നും കൂടുതൽ ഇടപെടാൻ വരണ്ട. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അമ്മായി
സുഭാഷേണ്ണ സ്വന്തം നമ്മൾ ഇഷ്ടത്തിലല്ലേ, ആരടാ നിന്റെ അമ്മായി, മിണ്ടി പോയേക്കരുത്, ഒരമ്മായിന്ന് വിളിച്ചോണ്ട് വന്നിരിക്കുന്ന പോലും. നിനക്കൊക്കെ എങ്ങനെ ഇവിടെ കാല് കുത്താൻ തോന്നിയിടാം, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം. ഇവളെന്തേലും പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് ആ വാലയെ തൂങ്ങി ഇങ്ങ് വന്നാണ്ടല്ലോ, എന്റെ തനി സ്വരൂപം നീയൊക്കെ കാണും, മര്യാദയ്ക്ക് ഇറങ്ങിക്കോ, അല്ല ഇപ്പൊ ഞാൻ കുറ്റിച്ചൂട് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നീതി പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്, നമുക്ക് അകത്ത് കയറി വേണമെന്ന് സംസാരിക്കാം. ആ സമയം സുനന്ദ അങ്ങോട്ടേക്ക് വന്നു. സുനന്ദയ്ക്ക് ഭയങ്കര സങ്കടം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. അതേ സമയത്ത് പുറത്ത് ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ആകെപ്പാടെ ഒരു നാണക്കേടൊക്കെ തോന്നുന്നുണ്ട് ഹരീഷിനും നികേഷിനും ഒക്കെ. കാരണം കല്യാണം ആലോചിച്ച് വന്നിട്ട് നാണം കിടുന്നൊരവസ്ഥയാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നിധിയും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നിധിയും കുറെ പറഞ്ഞു, നിങ്ങളുടെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി. സുഭാഷേന്റെ സ്വഭാവം അറിയാലോ, നല്ല സ്വഭാവമാണ്. സുഭാഷേണ് എന്താണെങ്കിലും സുനന്ദ നല്ല പൊന്നുപോലെ നോക്കിക്കോളൂ, ഒരു കുറവും ഉണ്ടാകത്തില്ല. ഒന്നുമല്ലെങ്കിലും ബന്ധുക്കാരല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പം ലളിത പറഞ്ഞു, ബന്ധുക്കാരോ? ആരുടെ ബന്ധുക്കാര്? ഒരു കാരണവശാലും ഞങ്ങളെ ബന്ധുക്കാരൊന്നുമില്ല. ഒരു കൊലപാതകയുടെ വീട്ടിലേക്ക് എന്തായാലും ഞാൻ എൻ്റെ മോളെ ഒരു കാരണവശാലും കെട്ടിച്ചു വിടില്ല. വെറുതെ അവൾ ഈ വീട്ടിൽ നിന്ന് മൂത്തരച്ച് പോയാലേ ശരി, ആ വീട്ടിലേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. മര്യാദയ്ക്ക് പോയിക്കോണമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നിധിക്കൊക്കെ ഭയങ്കര സങ്കടമായി. ആ സമയത്ത് ലളിത പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ അയലക്കംകാർ കുറച്ച് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞ്, കണ്ടില്ലേ എൻ്റെ മോൾക്ക് നല്ലൊരു ഗൾഫുകാരൻ്റെ ആലോചന വന്നു, അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. ഭാസ്കരൻ്റെ വീട്ടുകാർക്ക് ഭാസ്കരൻ എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുക, എൻ്റെ മോളെ പെണ്ണാലോചിച്ചുകൊണ്ട്. നാണം ഉണ്ടോ ഇങ്ങനെ ചെയ്യുവോ? നിങ്ങൾ തന്നെ നോക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നാണം കെടുത്തുവാണ്. എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമായിപ്പോയി നിധിക്കൊക്കെ. ഇതേ സമയത്ത് സുഭാഷ് പണിസ്ഥലത്തായിരുന്നു. സുഭാഷിൻ്റെ അടുത്തേക്ക് സുഭാഷിൻ്റെ കൂട്ടുകാരൻ ഓടി വരുവാണ്. എന്നിട്ടൊരു, സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ അമ്മായിയുടെ വീട്ടിൽ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയണം. പ്രശ്നമോ? അതെ, അവിടെ ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെയാ. അവരുടെ അവിടെ വഴക്ക് നടക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെന്തേലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതല്ല, പിന്നെയോ നിങ്ങളെ അനുജന്മാരും പിന്നെ അനുജന്റെ ഭാര്യ ഉണ്ടല്ലോ, സുധീഷിന്റെ ഭാര്യ, അവരും അവിടെ ഉണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ സുഭാഷ് ഒന്ന് ഞെട്ടി. പിന്നീട് സുഭാഷ് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് സുനന്ദയുടെ വീട്ടിൽ പോയി നാണം കെട്ട് തിരികെ വന്നു. സുധീഷ്, ഹരീഷ്, നികേഷും നിധിയൊക്കെ. ഭാസ്കരൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഭാസ്കരന് സഹിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങോട്ടേക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? പറഞ്ഞ അനുസരിക്കണം. നാണം കെടാൻ വേണ്ടി പോയിരിക്കുന്നു. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവളെന്തേലും പറഞ്ഞെന്ന് വെച്ചോണ്ട് നിനക്കൊക്കെ ആ ഒപ്പം താളത്തിന് തുള്ളേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയാണ്. ആ സമയത്ത് നികേഷിന് നല്ല ദേഷ്യമായി. നികേഷ് പറഞ്ഞു, എല്ലാം നിങ്ങൾ കാരണമാണ്. നിങ്ങൾ ഒറ്റയെടുത്തന്നെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം. നിങ്ങൾ നേരെ ചൊവ്വേ നടക്കുമായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഗതി വരുമായിരുന്നോ? ഒരു കാരണവശാലും ഇല്ലായിരുന്നു. നിങ്ങളൊരു കൊലപാതക ആയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നേ ഇറങ്ങാൻ പറ്റാത്തേ. അല്ലെങ്കിലോ ഇപ്പം അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ആട്ടിയിറക്കി അവർ വിട്ടത് എന്തുകൊണ്ടാ? നിങ്ങളൊരു കൊലപാതക ആയതുകൊണ്ട് മാത്രം അല്ലായിരുന്നേ ഞങ്ങൾക്ക് ഇനി നാണക്കേടും ഗതികേടും ഉണ്ടാകത്തില്ലായിരുന്നു. ഞങ്ങൾ കുഞ്ഞുനാളിലെ മുതൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് ചീത്ത പറയണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ട നികേഷേ, ഒന്നും പറയണ്ടെന്നൊക്കെ പറയണം. പക്ഷെ നികേഷിന് ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്ത് ഭാസ്കരന് ഭയങ്കര സങ്കടമായിപ്പോയി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നികേഷ് അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ടേക്ക് വരുവാണ്. സുഭാഷിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അവിടെ പോയി തനിക്ക് വേണ്ടിയിട്ട് വഴക്കടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.